നമസ്കാരം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഡൽഹി രാഷ്ട്രീയത്തിലെ പുതിയ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ജാമ്യം ലഭിച്ച് അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. എന്നാൽ അദ്ദേഹം പുറത്തേക്ക് വന്ന ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ രാജ്യസന്നദ്ധ അറിയിക്കുകയാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ താൻ രാജിവെക്കുമെന്നാണ് ഇന്നലെ വൈകി ലഭിച്ച വാർത്ത. ഇന്നത്തെ മാധ്യമങ്ങളിലും അത് കൃത്യമായ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അഗ്നി പരീക്ഷയിലൂടെ കടന്നു പോകുന്ന സമയമായതുകൊണ്ട് ജനങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ്, താൻ സത്യസന്ധനാണ് എന്നുള്ള ജനങ്ങളുടെ സർട്ടിഫിക്കറ്റിന് താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് താൻ രാജിവെച്ച് തൽക്കാലം അടുത്ത ഫെബ്രുവരി വരെ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജനവിധി തേടി ജയിച്ച് വീണ്ടും ഭരണത്തിലേക്ക് വരണമെന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം. താൻ കടന്നുപോയ സാഹചര്യങ്ങൾ എത്രമാത്രം ഭീതിദായകമായിരുന്നു എന്നുള്ളത് തൻ്റെ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തൻ്റെ പാർട്ടിയിലെ വിശ്വസ്തരായിട്ടുള്ള ഒരാളെ ആയിരിക്കും മുഖ്യമന്ത്രിയാക്കുക എന്ന് ചിന്തിക്കുന്നു. ഏതു തന്നെയായിരുന്നാലും ഡൽഹി രാഷ്ട്രീയത്തിലെ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചതാണ് ദീർഘമാസങ്ങൾ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിട്ട ഒരു സാഹചര്യം. മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികൾ നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തെ കോടതി കുറ്റക്കാരനായി കാണാത്തിടത്തോളം അനിശ്ചിതമായിട്ട് അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചിടാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം കോടതി നിരീക്ഷിച്ചതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിമാർക്ക് പോലും ഭയത്തോടെ കഴിയേണ്ടുന്ന ഒരു സാഹചര്യമാണ്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകളുണ്ടെന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഏതായാലും ആം ആദ്മി ഡൽഹിയിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ ജനോപകാരപ്രദമായിട്ടുള്ള എന്തെല്ലാം നടപടികൾ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ. പക്ഷെ അതിനെ വേണ്ട രീതിയിൽ അതിൻ്റെ ശോഭ നിലനിൽക്കാൻ ആകാതെ വേണം അതിനെ തല്ലിക്കെടുത്തു പോകാനായിട്ടാണ് മറ്റു ഇതര പാർട്ടിക്കാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. പക്ഷേ തങ്ങളുടെ കാലത്ത് നടക്കാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് ഏത് മേഖലയിലായാലും അസൂയ ഉണ്ടാവും, അതിന് കണ്ണുകടി ഉണ്ടാവും. പിന്നെ അവരെ താഴെ ഇറക്കാൻ വേണ്ടുന്ന എന്തെല്ലാം തറരാഷ്ട്രീയങ്ങൾ കാണിക്കാമോ അതെല്ലാം കാണിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല. എന്നാൽ ഇതൊരു വലിയ പരീക്ഷണമായിപ്പോയി. മുഖ്യമന്ത്രിക്ക് നേരെ വന്ന ഒരു ആരോപണം, അതേ തുടർന്ന് അദ്ദേഹം ജയിലിലാകുന്നു, മന്ത്രിയെ പിടിച്ച് ജയിലിലിടുന്നു. അപ്പോൾ ഇതൊക്കെ അവർക്ക് ആ പ്രിവിലേജ് ഉള്ളപ്പോൾ തന്നെയാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് ഓർക്കും. ഏതായാലും ഇത് അല്പം കടന്നു ആയിപ്പോയി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് അത് ആവശ്യമായിരുന്നു എന്ന് ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടരുമുണ്ട്. ഇത് തന്നെയായിരുന്നാലും ജനവിധി വരട്ടെ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനം എന്ത് വിധി എഴുതുന്നു എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.